പനീർ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ലല്ലോ. പനീറിൻ്റെ കൂടെ പാലക്കും കൂടെ ചേരുമ്പോൾ അത് അത്യധികം പോഷക ഗുണമുള്ളതായിത്തീരും. പാലക് പനീർ ഏറ്റവും ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന വിധമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. പാലക് പനീറിൻ്റെ പോഷകവും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും പറഞ്ഞാൽ തീരില്ല. ഇന്ന് നമുക്ക് പാലക് പനീർ വെച്ചിട്ട് പാലക്കും പനീറും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം. ആദ്യം കടായി അടുപ്പത്ത് വെച്ച് ബട്ടറോ നെയ്യോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്കിഷ്ടമുള്ള ഒന്നൊഴിച്ച് അതിൽ ജീരകം 1 സ്പൂൺ ഇട്ട് വഴറ്റുക. പിന്നെ വേണ്ടത് ബേ ലീഫ്, റെഡ് ഏലക്കായ, ഗ്രാമ്പു. ഇതിന് പകരം ഗ്രാമ്പു നമുക്ക് ഗരം മസാലപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിത് അരച്ചെടുക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു വലിയ സവാള നന്നായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിടുക. അത് ചെറുതാണെങ്കിൽ 2 എടുക്കാം, വലുതാണെങ്കിൽ ഒരു സവാള മതി കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, എൻ്റെ മുളക് പഴുത്തതാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക. പാലക്ക് കുട്ടികൾക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ. അത് ചില കുട്ടികൾക്കുണ്ടല്ലോ, ഓടുമ്പോഴേക്കും സ്കൂളിലൊക്കെ എപ്പോഴും കുട്ടികൾ 8-9 വയസ്സായ കുട്ടികളൊക്കെ വളരെയധികം കാലുവേദന ഉണ്ടെന്ന് വന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. വളരെ നല്ലതാണ് പാലക് ചീര കേട്ടോ. കാൽസ്യവും ഇതിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് വേണ്ടത്. ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ആദ്യം തന്നെ മസാലകൾ ഇട്ട് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ചാണ് മുളക് പൊടി നാം ഇടേണ്ടത്. ഇപ്പോൾ ഞാൻ ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയുമാണ് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് നന്നായി വഴറ്റി കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് അത് വഴന്നു വരണമെന്നൊന്നുമില്ല. കാരണം ഈ തക്കാളി ഇതെല്ലാം കൂടി നമുക്ക് അരയ്ക്കേണ്ടതാണ്. സാധാരണ നമ്മൾ പാലക്ക് വേറെ വേവിച്ചിട്ടിടാണ് പതിവ്. നമുക്കിപ്പോൾ നേരമില്ലാത്ത സ്ഥിതിക്ക് എല്ലാവരും ഇപ്പോൾ എംപ്ലോയീസ് എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് കേട്ടോ. അതായത് പാലക്ക് നന്നായിട്ട് അരിഞ്ഞ് കഴുകി വാലാൻ വെച്ചിട്ടുണ്ട്. പാലക്ക് കഴുകുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇനി കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മൾ എത്ര നന്നായി കഴുകിയിട്ട് നോക്കുകയാണെങ്കിലും നമ്മൾ കഴുകിയ പാത്രത്തിൽ മണൽത്തരികൾ കാണും. അതുകൊണ്ട് നന്നായി കഴുകി ഒരുപാട് തവണ കഴുകി വാല വെച്ച് വേണം നമ്മളത് എടുക്കാൻ. ഒരു പാത്രത്തിൽ നിന്ന് കഴുകി വേറൊരു പാത്രത്തിലിട്ട് വീണ്ടും കഴുകി എടുക്കേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ ആ മണൽത്തരികൾ അതിൽ ഉണ്ടാകും. പിന്നെ ഇത് ഇപ്പോൾ അവധി ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാലക്ക് നന്നായിട്ട് വേറെ തന്നെ വേവിച്ച് അതിൽ നിന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ പാലക്കിൻ്റെ ഒരു മണമുണ്ടല്ലോ, അത് പോയി കിട്ടിക്കഴിഞ്ഞാൽ കറിക്ക് സൂപ്പർ ടേസ്റ്റായിരിക്കും. അതായത് ഈ പാലക്ക് വേറെ വെള്ളം തിളപ്പിച്ച് അതിൽ പാലക്കിട്ട് നന്നായി വേവിച്ച് അതിൽ നിന്ന് അരിച്ചെടുത്ത് അരയ്ക്കുക. ചൂടാറുമ്പോൾ അരച്ചതിന് ശേഷം അത് അവസാനം ചേർക്കുമ്പോൾ കറിക്ക് നല്ല കളറും നല്ല ടേസ്റ്റും. അങ്ങനെയാണ് സാധാരണ പാലക് പനീർ വെക്കാറ്. ഞാനിത് ഏറ്റവും എളുപ്പത്തിൽ വെക്കുന്ന രീതിയാണ് കേട്ടോ പറഞ്ഞത്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇല കൂടി ഇടാം. പാലക്കിൻ്റെ ഇലയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതിൽ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് വേവിക്കണം. 1-2 മിനിറ്റ് വേവിക്കുക. അതായത് ഇല നന്നായിട്ട് വെന്ത് കിട്ടണം. നല്ല കറി വയ്ക്കുന്നത് പോലെ വേവിക്കേണ്ട, ഒന്ന് തിളച്ച് വേവണം. അതിനുശേഷം നമുക്ക് ഇത് തണുക്കാൻ വെച്ച് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഈ പാലക്ക് കുട്ടികൾക്ക് വളരെ നല്ലതാണെന്ന് പറഞ്ഞല്ലോ. അതായത് അവർക്ക് ചില കുട്ടികൾ സ്കൂളിലൊക്കെ എപ്പോഴും 8-9 വയസ്സുള്ള കുട്ടികളൊക്കെ കുറച്ച് ഓടുമ്പോഴേക്കും കാല് വേദനിക്കുന്നു എന്ന് പറയാറുണ്ട്. പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാലുവേദന വരുന്നത്. പാലക്കിൽ പൊട്ടാസ്യം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കത് വളരെ നല്ലതാണ്. കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂട്രീഷ്യസായ ഈ രണ്ടും, പനീറായാലും പാലക്കായാലും, കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തതിന് ശേഷം കടായി തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ബട്ടർ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെങ്കിൽ അത്, കുട്ടികളാവുമ്പോൾ ബട്ടർ കുറച്ച് കൂടിയാലും നല്ലതാണ്. അപ്പോൾ ബട്ടറാകുമ്പോൾ കൂടുതൽ നല്ലത്. ഇനി ബട്ടർ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ അരപ്പ് അതിലൊഴിച്ച് തള വരുമ്പോൾ നമുക്ക് പനീർ അതിലിടാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം അപ്പോൾ തന്നെ ഒഴിക്കണം കേട്ടോ. ഈ അരപ്പ് ഒഴിക്കുന്നതിനോട് കൂടി തന്നെ വെള്ളം ഒഴിക്കണം. മീഡിയം ഫ്ലെയിമിൽ
ഒരു 2-3 മിനിറ്റ് വേവിക്കുക. മല്ലിയുടെ ഇലയാണ് കേട്ടോ. വെള്ളം നമ്മൾ ആ അരപ്പ് അരയ്ക്കുമ്പോൾ വെള്ളമൊഴിക്കണം. ആ സമയത്ത് തന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പിന്നെ കുറുകി വരുമ്പോൾ ഇടയ്ക്ക് പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി അവസാനം നമ്മൾ ഇതിൽ ക്രീം വേണമെങ്കിൽ ഒഴിക്കാം. അല്ലെങ്കിൽ ഞാൻ കുറച്ച് പശുവും പാലാണ് ഒഴിച്ചത്. അത് ഓപ്ഷണലാണ് കേട്ടോ. ഒഴിച്ചില്ലെങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഈ കറിയുടെ യഥാർത്ഥ രുചി മേത്തി ലീഫാണ്, അതായത് ഉലുവയുടെ ഇല. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത് പാക്കറ്റിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിതിൻ്റെ കൂടെ പത്തിരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നൈസ് പത്തിരിയാണ്. ഇതും നല്ല കോമ്പിനേഷനാണെന്ന് കഴിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു. നിങ്ങൾ എന്താണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചപ്പാത്തിയാണോ, പത്തിരിയാണോ, വെള്ളയപ്പാണോ എന്നിട്ട്. താങ്ക് യു സോ മച്ച്.